ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. ഇന്ന് നവരാത്രി 9ാമത്തെ ദിവസമാണ്. ഇന്ന് ദുർഗാഷ്ടമിയാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും. അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത് നോക്കാം. കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അറിവുകൾ സമ്പാദിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ പ്രാക്ടിക്കൽ നോളജ് ഉപയോഗിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. പിന്നെ ഒരു മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടാനുള്ളൊരു സമയമാണ്. കാരണം അങ്ങനത്തെ തീരുമാനങ്ങളായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തികളായിരിക്കണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും സീരിയസ് ആകാനാണ് പറയുന്നത്. നമ്മൾ കുറേ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ തമാശയായിട്ട് എടുക്കുന്ന അല്ലെങ്കിൽ എടുത്തിരുന്ന ചില കാര്യങ്ങളിൽ കുറച്ച് സീരിയസ് ആകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള തീരുമാനങ്ങൾ, സീരിയസ് ആയിട്ട് ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. പിന്നെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനുള്ളൊരു സമയം കൂടിയാണ് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. വൈസ് കൗൺസിലറാണ് അത്. നിങ്ങൾക്ക് നിങ്ങളുടെ പൈതൃകമായി കിട്ടേണ്ടുന്ന ചില കാര്യങ്ങൾ, അത് ചില അറിവുകൾ നിങ്ങൾ ഈ ഒരു സമയം സമ്പാദിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഇത് നിങ്ങൾ കൊണ്ടുവന്നാണ് കാണുന്നത്. കാരണം ഇപ്പോൾ വ്യാഴാഴ്ച വിജയദശമിയാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമായിരിക്കണം. പുതിയ കാര്യങ്ങൾ പഠിച്ചത് സക്സസ് ആകുന്ന ഒരു എനർജിയാണ്. അപ്പം നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് പുതിയതായിട്ട് കൂടി കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു സമയമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ടീച്ചേഴ്സിനെയൊക്കെ നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ കാണുന്നുണ്ട്. ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇമോഷണലി ഒരുപാട് അറ്റാച്ച്ഡ് ആയി പോകുന്ന ഒരു സമയമാണത്. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. നമ്മളെ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെക്കാളേറെ നമ്മൾ മറ്റൊരാളിനെയും നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. കാരണം അവരെല്ലാം അവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളെ വിളിക്കുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കൊടുക്കുന്നു എന്നാണ് കാണുന്നത്. അങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ ഇതൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ ചെയ്ത് തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ് വെച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം കൊടുക്കാതിരിക്കുക. അപ്പം നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങളാണ് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് വേണം. ഇത് ചിലപ്പോൾ പാസ്റ്റിലും ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് സംഭവിച്ചിരുന്നത്. ഈ സമയവും നിങ്ങൾക്ക് അത് തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പം സെൽഫായിട്ട് മാറ്റം വരുത്താൻ ശ്രമിക്കുന്നത് നല്ലതാണ്. അപ്പോൾ വീണ്ടും വീണ്ടും അബദ്ധം പറ്റിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു മെസ്സേജാണത്. നിങ്ങളുടെ കാര്യങ്ങൾക്കും നിങ്ങളുടെ സമയത്തിനും നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈവൻ ഫ്രണ്ട്സിനായാൽ പോലും നിങ്ങൾ
ഇപ്പം നിങ്ങളുടെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തു പോകുക അല്ലെങ്കിൽ കറങ്ങാൻ പോവുക ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കണം. പക്ഷേ ഈ സമയം നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടാണോ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പോകുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യമായിരിക്കാം, നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട ഓഫീസ് വർക്കുകളായിരിക്കാം, അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അതെല്ലാം നിങ്ങൾ പെൻഡിങ്ങിൽ വെച്ച് തുടങ്ങുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവരുടെ ഇമോഷൻസിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കൂടി ഇന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം എന്നുകൂടി ആണ് ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ് വന്നത്. നമ്മളുടെ ഇമോഷൻസിനെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തിട്ട്, കാരണം ഇമോഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അതിനെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഒന്ന് പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ട ഒരു സമയമാണിത്. ഈ സമയം അത് നിങ്ങളുടെ ബെറ്റർ ലൈഫിന് നല്ലതാണെന്നാണ് കാണുന്നത്. പിന്നീട് ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റിലേഷൻഷിപ്പിൽ ബാലൻസ് കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവരുടെ ഒരുപാട് ഈഗോ സമ്മതിച്ചു കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇപ്പോൾ അത് സമ്മതിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ അത് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് മൂല്യം തരുന്ന സ്ഥലത്ത് മാത്രം നിൽക്കാൻ ശ്രമിക്കുക. ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ടായിരിക്കും, ഈ പോകുന്ന വഴി അത്ര ശരിയല്ല, ഇതൊന്ന് മാറ്റേണ്ടിയിരിക്കുന്നു, നിങ്ങളല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും നിങ്ങൾ ഇത്ര കെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളതൊന്ന് കെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. 6 of Wandsന്റെ എനർജിയാണ് ഇതിൽ. സക്സസ് ആണ്. നിങ്ങൾ എക്സാം എഴുതിയിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് വരുന്നത് ഒരു സക്സസ് ആണ് എന്നുള്ളതാണ്. ചിലപ്പോൾ ഒന്നിലധികം തവണ നിങ്ങൾ എക്സാം എഴുതി കാത്തിരുന്ന ആൾക്കാരായിരിക്കാം. അതിൽ നിങ്ങൾക്ക് സക്സസ് കിട്ടുന്നു എന്നാണ് കാണുന്നത്. ഒരു റെക്കഗ്നിഷൻ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഒന്നിലധികം തവണ ചെയ്ത കാര്യം, ഫ്ലോപ്പായി പോയ കാര്യം അല്ലെങ്കിൽ തോറ്റുപോയ കാര്യം ഈ ഒരു സമയം നിങ്ങൾക്ക് അത് സക്സസ്സിലേക്ക് കൊണ്ടുവന്നു. അത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടായിരിക്കണം നിങ്ങൾക്ക് ഈ ഒരു സമയം ഈ സക്സസ് കിട്ടിയതെന്നാണ് കാണുന്നത്. മജീഷ്യനാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാകുന്ന ഒരു സമയമാണ്. അപ്പം നിങ്ങളുടെ കഴിവും നിങ്ങളുടെ സ്കിൽ നിങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്തതിന് ശേഷം വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നമ്മളൊരു കാര്യം ചെയ്തതിന് ശേഷം വീണ്ടും അത് ശരിയായോ ഇനി അതെങ്ങനെയാണ്, അതിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്ന് ഓവർ തിങ്ക് ചെയ്ത് അത് കുളമാക്കാതിരിക്കുക. നമ്മൾ ഒരു കാര്യം നമുക്കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ അത് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അപ്പം ഈ കഴിഞ്ഞ കാര്യത്തിന് നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓവർ തിങ്ക് ചെയ്ത് ടെൻഷൻ അടിച്ച് ആ ഒരു കാര്യത്തിൻ്റെ എനർജി, ആ ഒരു സംഭവിക്കാൻ പോണ ഒരു കാര്യം നെഗറ്റീവ് ആക്കാതിരിക്കുക. അപ്പം നിങ്ങൾ ചിലപ്പം എന്തെങ്കിലും എക്സാം എഴുതിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടോ വീണ്ടും അത് എന്താവും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കുള്ളൊരു മെസ്സേജാണ്. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. കാരണം നിങ്ങൾക്ക് സംഭവിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അത് നല്ലതാണെങ്കിൽ അത് നല്ലത് തന്നെ വരുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ചിരിക്കാനാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് മറ്റുള്ളവർക്കില്ലാത്ത കുറേ കഴിവുകൾ നിങ്ങൾക്കുണ്ട്. അപ്പം അത് ഈ ഒരു സമയം നിങ്ങളുടെ സമയവും കൂടി അനുകൂലമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിൽ സക്സസ്സിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് പോസിറ്റീവായിട്ടിരിക്കാൻ പറയുന്നത്, നെഗറ്റീവ് ആകാതിരിക്കുക. അപ്പം സംഭവിച്ചു, പക്ഷേ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത് അതിന് എന്താവും എന്നുള്ള ചിന്ത നിങ്ങൾ വിട്ട് കളയണം എന്നുള്ളതാണ് കാണുന്നത്. 3 of Cupsന്റെ എനർജിയാണ്, സെലിബ്രേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ചിലപ്പോൾ ഒരു സ്കൂളിലോ കോളേജിലോ ഒക്കെ ഉള്ളൊരു പുതിയ ഗ്രൂപ്പിൽ ചേരുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങളുടെ സെയിം വേവ് ലെങ്തിലുള്ള കുറച്ച് ആൾക്കാരുമായിട്ടൊരു കമ്മ്യൂണിറ്റിയിൽ ചേരുന്ന ഒരു എനർജി, അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ പുറത്തു പോകുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സുമായിട്ട് യാത്ര പോകുന്നതായിരിക്കും, അങ്ങനെ യാത്ര പ്ലാൻ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇന്ന് വളരെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് കൂട്ടുകാരോടൊപ്പം ഇരിക്കാനുള്ള ഒരു സമയം ആണ് എന്നാണ് കാണുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കണം.
എയ്റ്റ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടി ഫോക്കസ് വേണം എന്നുള്ളതാണ്. നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാൻ വേണ്ടി ചെയ്ത് കളയുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചെയ്ത് തീർക്കാൻ വേണ്ടി തീർക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയല്ല, നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യം കുറച്ചുകൂടി ഫോക്കസ്ഡ് ആക്കണം, അതിൽ കുറച്ചുകൂടി ഫോക്കസ് വേണം എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ കുറച്ചുകൂടി ഒന്ന് പഠിക്കണമായിരിക്കാം, കുറച്ചുകൂടി മനസ്സിലാക്കണമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചില എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട് ചിലപ്പം നിങ്ങളുടെ ഈ ചെയ്യുന്ന കാര്യം, നിങ്ങളുടെ വർക്ക് പ്ലേസിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ അതിൽ കുറച്ചുകൂടി കരിയറിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നാണ് കാണുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഉഴപ്പാതിരിക്കുക, മാക്സിമം നിങ്ങൾ അതിൽ എഫേർട്ട് ഇടാൻ ശ്രമിക്കുക. നിങ്ങൾ ഇപ്പോൾ ഇടുന്ന എഫേർട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വളരെ വലിയ കാര്യമായിട്ട് തിരിച്ചു വരും എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഉഴപ്പിയാൽ അത് നിങ്ങൾക്ക് വലിയ ദോഷമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നാണ് കാണുന്നത്. മൂൺ കാർഡാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ പോണ വഴി ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് ഇപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമ്മളെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുക. ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് വന്നു എന്ന് മനസ്സിലാക്കുക. ആ നെഗറ്റീവിനെ മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നും നിങ്ങൾ തിരിച്ചറിയുക. നമുക്കൊരു നമ്മൾ മുന്നിലോട്ട് പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഒരു തടസ്സമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റും. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കുന്ന സമയത്തായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻഡ്യൂഷനായിട്ട് പല കാര്യങ്ങളും ഈ ഡിവൈൻ തരുന്നുണ്ട്. നിങ്ങളത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട എന്ന് കരുതി വിട്ടുകളയുക, അത് ഓക്കെയാണ്. പക്ഷേ ഇത് ഈ ചിന്തയിൽ എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നത് എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ഇമോഷൻസ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നതാണ്. പല കാര്യങ്ങളും നമ്മളുടെ മുന്നിലുള്ള പല കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളത് ഹൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, തെറ്റും ശരിയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളുടെ മുന്നിലുള്ള പല കാര്യങ്ങളും നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചില വ്യക്തികൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ സംഭവിച്ച പല കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് പകുതി കാര്യം കഴിഞ്ഞു. അപ്പോൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഏസ് ഓഫ് ഫയറിൻ്റെ എനർജിയാണ് ഇതൊരു. ഏസ് ഓഫ് സോഡ്സ് വാൻസ് ആണ്. പുതിയൊരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നു. ഒരു ലെറ്റർ വരുന്നതാകാം, ഒരു ഇമെയിൽ വരുന്നതാകാം, അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ഒരു ജോബ് ഓഫർ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും വ്യക്തിയിൽ നിന്നൊരു മെസ്സേജോ കോളോ ഒക്കെ വരുന്നതായിരിക്കാം. നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുക, ആക്ഷനും കൂടി എടുക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് കാണുന്നത്. സിക്സ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറേ കാലത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് അല്ലെങ്കിൽ സമാധാനമായിട്ട് നിങ്ങൾ എവിടെയോ പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഇതിൽ ചിലപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് പെട്ടുപോയ ആൾക്കാർ, ഒരു ട്രാവൽ ബാനൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ, ട്രാവൽ ബാനൊക്കെ മാറി നിങ്ങളുടെ നാട്ടിലേക്ക് പോകുന്ന ഒരു എനർജി ഉണ്ട് നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിത സാഹചര്യത്തിൽ ഭയങ്കര സ്ട്രെസ്സായിരുന്ന ആ ഒരു സമയമൊക്കെ കഴിഞ്ഞ് നിങ്ങളൊന്ന് സമാധാനത്തിലേക്ക് പോകുന്നു. ഒരു പുതിയ തുരുത്തിലേക്ക്, ഒരു പുതിയ പ്രതീക്ഷയിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് കാണുന്നത്. ഇപ്പം നമ്മൾ പുതിയൊരു പ്രതീക്ഷയോടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു, പുതിയൊരു സ്വപ്നത്തിലേക്ക് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. റിലീസാണ്, എൻഡിങ് ആണ്. ഇതൊരു ഡെത്ത് കാർഡാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോകുന്നു എന്നുള്ളതാണ്. അതാണ് ഈ ഒരു സിക്സ് ഓഫ് എയറും പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടാത്ത വ്യക്തികളെയോ നിങ്ങളെ ആവശ്യമില്ലാത്ത സ്ഥലത്തോ നിങ്ങൾ നിൽക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് മൂല്യം തരാത്ത ചില വ്യക്തികളുടെ കൂടെ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ വിട്ടുപോകണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളതിൽ ഓവർ അറ്റാച്ച്ഡ് ആകുന്നുണ്ട്, അതിനകത്ത് ഒന്നും മാറിപ്പോകാൻ പറ്റുന്നില്ല. അങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ അറ്റാച്ച്മെൻ്റൊക്കെ മാറ്റി
നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ച് എനിക്ക് ഈ ഒരു കാര്യത്തിൻ്റെ ആവശ്യമുണ്ടോ, ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടോ, എൻ്റെ ജീവിതത്തിന് ഇത് നല്ലതാണോ എന്ന് സ്വയം ചോദിക്കുക, മനസ്സിലാക്കുക, നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. മറ്റൊരാളിനും നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥയോ നിങ്ങളുടെ ഇമോഷനോ ഒന്നും തന്നെ അറിയില്ല. ഇപ്പം ഇത് നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാലും നമ്മളുടെ കാര്യങ്ങൾ മുഴുവനായിട്ടും നമുക്ക് ഒരാളിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. നമ്മളുടെ പ്രശ്നങ്ങളുടെ ഇൻറ്റൻസിറ്റി എത്ര മാത്രമാണെന്ന് അത് നമുക്ക് മാത്രമേ അറിയാവൂ. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് അത് മറ്റൊരാളൊരു അഭിപ്രായം പറഞ്ഞു തരുന്നത് പോലും അത് ആക്യുറേറ്റ് ആയിരിക്കണം എന്നില്ല. അതുകൊണ്ടാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമുക്ക് മാത്രം അറിയാം. ആ നമ്മളോട് ചോദിച്ച് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് നിങ്ങളുടെ സ്ട്രെസ്സൊക്കെ മാറി മുന്നോട്ട് പോകേണ്ടതായിട്ട് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ വളരെ വലിയ സ്ട്രെസ്സിലായിരുന്നു എന്നുള്ളതാണ്. അതിൽ നിന്നും ഒരു ട്രാവലാണ്, ഒരു യാത്രയാണ്. ചില കാര്യങ്ങൾ ഈ യാത്രയിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് തിരിച്ചറിവ് വരുന്ന ട്രാൻസ്ഫോർമേഷനാണ്. നമുക്ക് എന്താണ് വേണ്ടത്, നമ്മളുടെ കയ്യിൽ എന്താണ് നമ്മൾ വെക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് വിട്ട് കളയേണ്ടതെന്നൊക്കെ സ്വയം ഒരു തീരുമാനത്തിലെത്തി തിരിച്ചറിവ് വന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ചിലപ്പം ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ദൈവം തരൂല. കാരണം നമ്മളുടെ ആ സ്പേസിൽ നമുക്ക് തരുന്നത് വെക്കാനുള്ള സ്പേസിൽ ആൾറെഡി ആവശ്യമില്ലാത്ത കുറേ വേസ്റ്റ് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, റിലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ റിലീസ് ചെയ്ത് കളയുക. അഥവാ ദൈവം അങ്ങനെ റിലീസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അതിനുള്ള അനുവാദം കൊടുക്കുക. അല്ലാതെ വീണ്ടും വീണ്ടും കടിച്ചു തൂങ്ങി അതിൽ ഇരിക്കാതിരിക്കുക. അത് എന്ത് തന്നെ ആയാലും നമ്മളൊരു സ്ഥലത്തുനിന്ന് നമ്മൾ പോകണം, അത് പോകേണ്ട സമയമായാൽ നമ്മളതിന്ന് പോകും. അപ്പോൾ അയ്യോ എനിക്കിത് പോകാൻ പറ്റില്ല, എനിക്ക് ഈ സ്ഥലത്തു നിന്നും എനിക്ക് മാറിപ്പോകാൻ പറ്റില്ല. ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കാം. അപ്പോൾ അവിടെ ചില വ്യക്തികൾക്ക് നമ്മളുടെ ജീവിതത്തിൽ അവരുടെ റോള് കഴിയുമ്പോൾ പോയേ പറ്റുള്ളൂ. അത് നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളത് അയ്യോ പറ്റൂല, ഈ ആളില്ലാതെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാനേ പറ്റൂല എന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ്. കാരണം നമ്മളിതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യും. കുറച്ച് കാലം കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവും. അപ്പോൾ നമ്മളിത് സ്ട്രഗിൾ ചെയ്തതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവണില്ല എന്നുള്ളതാണ്. അപ്പം റിലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ അത് റിലീസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. കാരണം നിങ്ങൾക്ക് ഫ്രീഡമാണ് കിട്ടുന്നത്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ വിൽ ഉപയോഗിക്കുക എന്നുകൂടി പറയാം. 5 ഓഫ് എയറിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് സംഭവിച്ച മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുക, മറ്റുള്ളവർ നിങ്ങളോട് ചെയ്ത ചതികളും മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഒരാളിനോട് എത്ര സ്നേഹമുണ്ട് എന്ന് വിചാരിച്ചിട്ട് കുറേ സ്നേഹം ഉണ്ടായിരിക്കും, പക്ഷെ അവർ നമ്മളോട് ചെയ്ത ചതികളെല്ലാം നമ്മൾ മറന്ന് വീണ്ടും ആ വ്യക്തിയിലോട്ട് നമ്മൾ തിരിച്ചു പോയാൽ അവർക്ക് വീണ്ടും അവരെ കൊണ്ട് തെറ്റ് ചെയ്യിക്കാനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ പാപം കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളോട് തെറ്റ് ചെയ്ത ചതിച്ച ആൾക്കാരെ നമ്മൾ ഫ്രീ ആക്കി വിടുക. അവർക്ക് ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണല്ലോ അവർ നമ്മളോട് ചതി ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം ഇന്നത്തെ ദിവസം ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.